നമസ്തേ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കിക്കഴിഞ്ഞ് മടങ്ങി വന്നു. നിങ്ങൾ എത്തിച്ചേരുന്ന ദേശത്തിലെ ഫലങ്ങൾ കൊണ്ടുവരുവീൻ എന്നുള്ള നിർദ്ദേശവും മോശ അവർക്ക് നൽകുന്നുണ്ട്. 40 ദിവസം കൊണ്ടാണ് അവർ പോയി മടങ്ങി വരുന്നത്. വന്നവരുടെ പ്രതികരണങ്ങളാകട്ടെ തികച്ചും വ്യത്യസ്തങ്ങളാണ്. ഒരു കൂട്ടർ പറയുന്നു, അവിടെയുള്ളവർ മല്ലന്മാരാണ്, അവരുടെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ യോശുവയും കാലേബും പറയുന്നു, നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് നാം അവരെ ഭയപ്പെടരുത്. ഈ നോമ്പിന്റെ 40 ദിവസങ്ങൾ പറുദീസയുടെ മുൻരുചി തേടലാണ് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ ചൊല്ലുന്നുണ്ട്. വാഗ്ദത്ത നാടിന്റെ ഉറ്റുനോട്ടമാണത്രേ. നമ്മുടെ നോമ്പും 2 തരം പ്രതികരണങ്ങളെ സൃഷ്ടിക്കാറുണ്ട്, പോസിറ്റീവായും നെഗറ്റീവായും. ചിലർ നോമ്പിനാൽ ഉൾത്തെളിവ് നേടുന്നു, എല്ലാ കാര്യങ്ങളെയും കുറെ കൂടി പ്രകാശത്തോടെ കാണുന്നു. മറ്റു ചിലരാകട്ടെ ഇങ്ങനെ പറയാറുണ്ട്, ഇത്തവണ നോമ്പ് നോക്കിയിട്ടും എന്റെ ആഗ്രഹം നിവർത്തിക്കപ്പെട്ടില്ലല്ലോ. ചിലർ പറയും, നോമ്പെടുക്കുക എന്നാൽ എത്ര പ്രയാസമാണ്. ഉപവാസങ്ങൾ, കുമ്പിട്ടുള്ള നമസ്കാരങ്ങൾ, ഏറിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നത് പോലും നിഴലുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നവരുണ്ടല്ലോ. കുറ്റം പറയാതിരുന്നാൽ വിധിക്കരുത് എന്ന കൽപ്പനയെങ്കിലും അനുസരിക്കാമായിരുന്നു, അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സഹധർമ്മിണി ശാരദാദേവിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ആരുടെയും കുറ്റം കാണാൻ കഴിയാതിരുന്നെങ്കിൽ ഈ ദിവസം. ശരിക്കും എല്ലാം നന്നായി നടക്കുമെന്ന് പറയുന്നത് ഉയർന്ന വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണെന്ന വാക്കും വിസ്മരിക്കേണ്ട. മോശയുടെ പുസ്തകത്തിൽ നോക്കുക, പെറുപെറുക്കുന്നവർ ആരും വാഗ്ദത്ത ഭൂമി കാണുന്നില്ല. എന്നാലോ പ്രതീക്ഷാനിർഭരമായ വാക്കുകൾ പറഞ്ഞ യോശുവയും കാലേബുമാകട്ടെ പാലും തേനും ഒഴുകുന്ന ദേശത്തെ വിഭജിച്ചു നൽകുന്നവരായി പരിണമിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തെ, ഇന്നു മുതൽ നമുക്ക് ശുഭകാര്യങ്ങൾ പറഞ്ഞാലോ? നമ്മുടെ മുൻവിധികൾക്ക് ഒരു അവധി കൊടുത്താലോ? പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഭക്തി വൈരാഗ്യമുള്ളവരും നിന്റെ കൽപ്പനകളെ അനുഷ്ഠിക്കുന്നവരും നിന്റെ വിശുദ്ധന്മാരെ ആദർശമാക്കി ജീവിക്കുന്നവരും മേലുള്ളവയെ ചിന്തിക്കുന്നവരും ആക്കി തീർക്കണമേ. ആമേൻ. ആദരവോടെ സക്കയർ.